നീളമുള്ള അരി കൊണ്ട് ഇങ്ങനെ ബിരിയാണി റൈസ് പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 5-6 ടീസ്പൂൺ ഓയിൽ വെച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പട്ട, ഗ്രാമ്പ്, ജാതിപത്രി, കുറച്ച് ചതച്ച ഏലക്കായും കൂടെ ചേർത്ത് ഒരു അരമുറി സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടും കുറച്ച് ക്യാരറ്റും പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇന്ത്യ ഗേറ്റ് റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത്, നീളമുള്ള അരി വെച്ചിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഇല അത്യാവശ്യമുള്ളൂ. പിന്നെ 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 കിലോ റൈസാണ് എടുത്താണ്, ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. നീളമുള്ള ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ 20 അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ആണ് നമ്മളത് ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ ചേർത്തേണ്ടത്. അതിലേക്ക് നമ്മൾ എസൻസ് ചേർത്തിട്ടുണ്ട്, ബിരിയാണി എസൻസ് ചേർത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് 3-4 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് മൂടി വെച്ച് നമുക്കൊരു 7 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും മൊത്തത്തിൽ വറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിടാം. ഇനി ഇത് വീണ്ടും മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് കൂടെ സെറ്റായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലെ ഗ്രീൻ പീസ് കുറച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറൊന്നും ഒട്ടിപ്പിടിക്കാണ്ടും ഇത് നമ്മളെ ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ നമുക്ക് നല്ല വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് റൈസ് അത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് അങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റൈസ് ഒട്ടി പിടിക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പുതിയ ഐറ്റംസ് ആയിട്ട് വീണ്ടും കാണാം.